കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീം നിരാശയല്ലാതെ വേറെ ഒന്നും ആരാധകർക്ക് കൊടുക്കുന്നില്ലെങ്കിലും സോ ടീമിന്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം സന്തോഷമുള്ള വാർത്തകളൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡെവലപ്മെന്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവനിര വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ആയിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. കരുത്തരായിട്ടുള്ള പഞ്ചാബിനെ മലർത്തിയടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. 1-2 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ആ ഗോളുകളിൽ ഒന്ന് നേടിയത് എല്ലാ മത്സരങ്ങളിലും ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിലെ സ്റ്റാർ പെർഫോമറായി മാറിക്കൊണ്ടിരിക്കുന്ന ഡാനിയലും മറ്റൊന്ന് മലയാളി താരമായിട്ടുള്ള അഫ്സലുമായിരുന്നു. അങ്ങനെ 1-2 ഗോളുകൾക്കായിരുന്നു പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. അപ്പം ഗ്രൂപ്പ് ചാമ്പ്യന്മാര് എന്നിട്ടും പഞ്ചാബ് തന്നെയാണ്. കാരണം പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും പഞ്ചാബ് എഫ്സിക്കും ഒരേ പോയിന്റ് തന്നെയാണെങ്കിലും ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യം പഞ്ചാബിനുണ്ട്. അതുകൊണ്ട് അവര് ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ 2ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, സെമിക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നാഷണൽ ലീഗിലൂടെ പോകുമ്പം അവിടെയും ഈ ഒരു പെർഫോമൻസ് ആദ്യം 3 സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് UK നടക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ കപ്പ് കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പണ്ട് ബ്ലാസ്റ്റേഴ്സ് നെക്സ്റ്റ് ജനറേഷൻ കപ്പ് കളിച്ചിട്ടുള്ളതാണ്. എന്ത് കാര്യം. അപ്പം സീനിയർ ടീം നിരാശപ്പെടുന്നുണ്ടെങ്കിലും ജൂനിയർ ടീം സന്തോഷം നൽകുന്ന വാർത്തയാണ് നൽകുന്നത്.